നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറിച്ച് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് യൂട്യൂബ് ചാനൽ ഉടമയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. EVMകളിൽ കൃത്രിമം നടന്നതായി പ്രചരിപ്പിച്ചതിന് വെനീസ് TV എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ സൗത്ത് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്ന് NDTV റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്തായാലും പൊതു തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിലൂടെ വോട്ട് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണം ഈ യൂട്യൂബ് ചാനലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയെന്ന് തെളിഞ്ഞതോടുകൂടിയാണ് നേരിട്ട് അറസ്റ്റിലേക്ക് പോലീസ് കടന്നത്. സമൂഹത്തിൽ വിള്ളലും അതിനോടൊപ്പം തന്നെ സംഘർഷവും സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിട്ടതെന്ന് പോലീസ് അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കൂടി കുറിച്ചിട്ടുമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും അവരുടെ ഉള്ളടക്കങ്ങളും മറ്റും ശക്തമായ നിരീക്ഷണത്തിലാണ്. ഈ നിരീക്ഷണത്തെ സൈബർ പെട്രോളിംഗ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ കേരളത്തിൽ സംസ്ഥാന ജില്ലാ റേഞ്ച് തലത്തിൽ സോഷ്യൽ മീഡിയ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ആദ്യമായാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. എന്തായാലും ദേശീയ മാധ്യമങ്ങൾ ഇത് വലിയ തോതിൽ തന്നെ വാർത്തയാക്കിയിട്ടുണ്ട്. മലയാള മാധ്യമങ്ങൾ വരും മണിക്കൂറുകളിൽ ഈ വാർത്ത നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ എന്തായാലും NDTV ആണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.